മേജർ ISROൻ്റെ സ്പേസ് പോഡ്സുകളെ കുറിച്ച് മനസ്സിലാക്കാം. 2 പ്രൈമറി സ്പേസ് പോഡ്സാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് ഇസ് അണ്ടർ കൺസ്ട്രക്ഷൻ. ഫസ്റ്റ് തിങ് ഇസ് ദ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ, ദാറ്റ് ഈസ് ഓപ്പറേഷണൽ. സോ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ഈസ്റ്റ് കോസ്റ്റ്. കാരണം എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് ആവുന്ന സമയത്ത് റോക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഈസ്റ്റ് വേർഡ് ആണെങ്കിൽ അവർക്കൊരു ഇനീഷ്യൽ വെലോസിറ്റി ബൂസ്റ്റ് കിട്ടും. ആൻഡ് ജസ്റ്റ് ലൈക്ക് നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അതുപോലെ ഒരു എഫക്റ്റ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി സേവിങ് എ ലോട്ട് ഓഫ് ഫ്യൂവൽ. പെട്ടെന്ന് ആ ഒരു ഇനീഷ്യൽ ത്രസ്റ്റ് കിട്ടിയും ഹെവി ലോഡ്സൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. സെക്കൻഡ് എന്ന് പറയുന്നത് that is actually located near the equator. 13 ഡിഗ്രി നോർത്തിൽ ഈ പറയുന്ന റൊട്ടേഷണൽ ബൂസ്റ്റിൻ്റെ മാക്സിമം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലൊക്കേഷൻ തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറയുന്നത് തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. ട്രിവാൻഡ്രത്ത് കേരളയിലുള്ളതാണ്. ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് സ്റ്റേഷനായിരുന്നു. തുമ്പ എന്ന് പറയുന്നത് ശരിക്കും ലോഞ്ചിങ് സാറ്റലൈറ്റ്സ് ഓർബിറ്റ്സിലേക്ക് സാറ്റലൈറ്റ്സ് എത്തിക്കുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ കുറച്ചുകൂടി സൗണ്ടിങ് റോക്കറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന RS-200 പോലെയുള്ള അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാനും പിന്നീട് തിരിച്ചു കൊണ്ടുവരാനും പറ്റുന്ന ടൈപ്പ് ഓഫ് സാറ്റലൈറ്റ്സ് ആണ് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങളാണ് തുമ്പയിൽ നിന്ന് വിക്ഷേപിക്കുന്നത്. ആൻഡ് അത് ശരിക്കും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഇക്വേറ്ററിൻ്റെ ഓൾമോസ്റ്റ് എക്സാക്ട്ലി മേലെയാണ്. അപ്പം മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറയുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് ഡിപ്പ് എന്ന് പറയുന്നത് 0 ആണ്. സോ ദാറ്റ്സ് ആക്ച്വലി എ പെർഫെക്റ്റ് ലൊക്കേഷൻ. ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് ഫിനോമിനൻ പഠിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ആയതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദ 2 ഡിഫറെൻറ്റ് ഓപ്പറേഷണൽ ആയിട്ടുള്ള, ഒന്ന് തുമ്പയിലുള്ള ഇക്വേറ്റോറിയൽ ആയിട്ടുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, 2 സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ഓൾറൈറ്റ്, ഇനി മൂന്നാമത്തെ ഒന്ന് ഇസ് ആക്ച്വലി അണ്ടർ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ അതിങ്ങനെ കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണ്. ദേ ആർ ആക്ച്വലി ബിൽഡിങ് ഒരു സെക്കൻഡ് ആയിട്ടുള്ള സ്പേസ് പോർട്ട് തൂത്തുക്കുടി ഭാഗത്ത്, അതായത് തമിഴ്നാടിലാണ്. ദാറ്റ് ഈസ് ആക്ച്വലി എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റഡ് ഫോർ SSLV, ചെറിയ സ്മോൾ സാറ്റലൈറ്റിലായിട്ടുള്ള ലോഞ്ച് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി എന്താ പറയുക ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്, ഈ കുലശേഖരപട്ടണം എന്ന് പറയുന്ന സാധനം. ദ പ്രൈമറി റീസൺ ഫോർ ദിസ് ന്യൂ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഡോഗ്ലെറ്റ് മാന്യൂറാണ്. ഈ സാധനം എന്താ ഡോഗ്ലെറ്റ് മാന്യൂർ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇങ്ങനെ നമ്മൾ സൗത്തിലോട്ട് വരുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗത്തിലോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് പറയുമോ, ദർ ഇസ് ദിസ് തിങ് കോൾ ശ്രീലങ്ക, റൈറ്റ്? അപ്പോൾ ശ്രീലങ്കനെ എന്തെങ്കിലും ഒരു കാരണവശാൽ പോയിട്ട് ഹിറ്റ് ചെയ്യാനോ ശ്രീലങ്കൻ്റെ മേലെ പോയി വീഴാനോ ചാൻസ് ഉണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ആ ഒരു ഡ്രോപ്പിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർപ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടേൺ ചെയ്യണം. നമ്മൾ എയറിൽ ഷാർപ്പായിട്ട് ടേൺ ചെയ്യണം ഈ പറയുന്ന ഐലൻഡിനെ ബൈപ്പാസ് ചെയ്യാനായിട്ട്. അതിന് ഒരുപാടധികം ഫ്യൂവൽ വേണ്ടി വരും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാട്ട് ദേ ആർ ഡൂയിങ് ഇസ്, ഇപ്പോൾ നമ്മൾ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് കൊണ്ടുവരുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ഇത്രയും വലിയൊരു ഷാർപ്പായിട്ടുള്ള ഒരു ഡോഗ്ലെറ്റ് മാന്യൂർ പാത്ത് ഉണ്ട് ഇവിടെ. സോ വാട്ട് വി ഹാവ് ടു ഡൂ ഇസ് അത്രയും ഫ്യൂവൽ ചിലവിച്ച് ഇങ്ങനെ ഒരു ടേൺ കൊണ്ടുവരണം, എന്നാൽ മാത്രമേ പോകാൻ പറ്റൂ. പക്ഷേ അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്താണ്, ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ SSLV നമ്മൾ വിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്, സുഖമായിട്ട് സൗത്തിലോട്ട് ഒറ്റയടിക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് സ്റ്റാറ്റസ് ഓഫ് ദിസ് ഇസ് ദാറ്റ് അവർ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് 2024 ആൻഡ് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ബി ഓപ്പറേഷണൽ ബൈ ദിസ് ഇയർ, 2026 അത് വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് അവർ സ്പേസ് പോഡ്സ്.